ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ക്യൂട്ടാണോ? നിങ്ങൾ ആൺകുട്ടികൾ ക്യൂട്ടാണെങ്കിൽ പെൺകുട്ടികളെ ഉറപ്പിക്കുന്ന കുറച്ച് സയൻസ് ഉണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ക്യൂട്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സൈൻ വെച്ചിട്ടാണ് പെൺകുട്ടികൾ നിങ്ങൾ ക്യൂട്ടാണോ അല്ലയോ എന്നൊക്കെ വിലയിരുത്തുന്നത്. ഏകദേശം ഒരു 5 സൈൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, എ ജെന്യൂൻ സ്മൈലാണ്. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ ചിരിക്കുന്നത്? ചില വ്യക്തികളുണ്ടല്ലോ, വേറെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടാക്കി ചിരിക്കും. അതായത് വലിയ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ അങ്ങ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി, ആ ഒരു രീതിയിൽ അങ്ങോട്ട് ആക്കി ചിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം ചിരിച്ചു കാണിക്കുന്ന വ്യക്തികളുണ്ട്. ഇത് ഒന്നും അല്ലാതെ നിങ്ങൾ ജെന്യൂനായിട്ട് ചിരിക്കുകയാണ്, പിന്നെ നിങ്ങൾക്ക് നുണക്കുഴിയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുകയും പെൺകുട്ടികൾ പൊതുവെ നിങ്ങളെ കുറച്ച് ക്യൂട്ടായിട്ടായിരിക്കും കാണുക. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ജെന്യൂൻ ആയിട്ടുള്ളൊരു ചിരിയും പിന്നെ ഒരു ചെറിയ നുണക്കുഴിയാണ്. ഇപ്പം നുണക്കുഴി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. ജസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും നിങ്ങളൊരു ക്യൂട്ടായിട്ടായിരിക്കും കാണുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കൈൻഡ്നെസ് ടു അതേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ദയുണ്ടോ, അല്ലെങ്കിൽ ഒരു കരുണ, ഇതൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം, റെസ്പെക്റ്റ്, കെയർ, ഇതൊക്കെ നോക്കിയിട്ടാണ് പെൺകുട്ടികൾ നിങ്ങൾ ക്യൂട്ടാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് വയസ്സായ വ്യക്തികളെയൊക്കെ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു നേരം ഫുഡ് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുകയും നിങ്ങളൊരു ക്യൂട്ടായിട്ടായിരിക്കും അവർ കാണുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, എ സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. അതായത് തമാശ. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കി വെക്കാനുള്ള കഴിവുണ്ടോ? അതായത് തമാശകളൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരിങ്ങനെ കുടുകുടാ നിങ്ങൾ ചിരിപ്പിക്കാറുണ്ടോ? ഇങ്ങനെ മറ്റുള്ളവരുടെ വിഷമം നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഈ സമയം നിങ്ങളിങ്ങനെ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിൽ സന്തോഷം നിങ്ങൾ പകരുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും നിങ്ങളെ ക്യൂട്ടായിട്ടായിരിക്കും കാണുക. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പാഷൻ ഫോർ സംതിങ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പാഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടോ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? അതായത് ഇപ്പോൾ സ്പോർട്സിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന വ്യക്തിയാകാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പാഷനൊക്കെ ആയിട്ട് ആ ഒരു പാഷൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുകയും നിങ്ങളെ കുറച്ച് ക്യൂട്ടായിട്ടായിരിക്കും അവർ കാണുക. പൊതുവേ ഗേൾസിനൊക്കെ ഇങ്ങനെ പാട്ട്, ഡാൻസ്, ഇതിനോടൊക്കെ ഒരു അട്രാക്ഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അതാക്കി കണ്ടിട്ട് അതിനെയൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും നിങ്ങളൊരു ക്യൂട്ടായിട്ടായിരിക്കും കാണുക. അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുകയൊക്കെ ചെയ്യും. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോൺഫിഡൻസ് ആണ്. അതായത് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? ബീയിങ് കോൺഫിഡൻറ്റ് ഇൻ ദെയർ ഓൺ സ്കിൻ ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ലുക്ക് എന്നാണ് പറയുന്നത്. അതായത് ചില വ്യക്തികളുണ്ട്, അവർ സ്കിന്നിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് ഭയങ്കര ഡള്ളായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കും. ഞാനിങ്ങനെ എനിക്ക് കളറില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളില്ല, മുടിയില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസും ഇല്ലാതെ നടക്കും. മറിച്ച് ഇതിന് ഓപ്പോസിറ്റായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് കാര്യവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളൊരു അട്രാക്ഷൻ തോന്നുകയും അവർ നിങ്ങളെ കുറച്ച് ക്യൂട്ടായിട്ടായിരിക്കും കാണുക. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം.
അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ പെൺകുട്ടികളും നിങ്ങളെ കുറച്ച് ക്യൂട്ടായിട്ട് കാണാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.